ക്രിയേറ്റിനെ കുറിച്ച് ഇനി എങ്ങും നിങ്ങൾ തപ്പിപ്പോണ്ട ആവശ്യമില്ല. എല്ലാം ഈ വീഡിയോക്കകത്ത് തന്നെ ഞാൻ പറയാം. ഒന്ന്, ക്രിയേറ്റിൻ ഒരു സ്റ്റിറോയിഡ് ആണോ? ഒരിക്കലും അല്ല. നമ്മളുടെ ബോഡി തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റിൻ ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൈസിൻ, അർജിനൈൻ, മെത്തിയോനൈൻ തുടങ്ങിയ അമിനോ ആസിഡ്സിൽ നിന്നാണ് ഇത് സിന്തസൈസ് ചെയ്യുന്നത്. നമ്മളുടെ ATP എനർജി സിസ്റ്റം സപ്പോർട്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ട്, പുരുഷന്മാര് മാത്രം ക്രിയേറ്റിൻ എടുത്താൽ മതിയാവും? ഒരിക്കലുമല്ല. സ്ത്രീകൾക്ക് 60 തൊട്ട് 70% കുറച്ച് ക്രിയേറ്റിൻ സ്റ്റോഴ്സ് ആണ് ഉള്ളതെങ്കിലും റെഗുലർ ആയിട്ടുള്ള ക്രിയേറ്റിൻ കൺസപ്ഷൻ സ്ത്രീകൾക്കും ഉപകാരപ്രദമാണ്. മൂന്ന്, ക്രിയേറ്റിൻ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുമോ? ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ആക്ച്വലി ക്രിയേറ്റിൻ വേറെ, ക്രിയേറ്റിനൈൻ വേറെ. ക്രിയേറ്റിനൈൻ എന്ന് പറയുന്നത് നമ്മളുടെ കിഡ്നി എലിമിനേറ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതായത് കിഡ്നിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഈ ക്രിയേറ്റിനൈനും നമ്മൾ എടുക്കുന്ന ക്രിയേറ്റിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ഹെൽത്തി ആണെങ്കിൽ ക്രിയേറ്റിൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. നാല്, ജിമ്മിൽ പോകുന്നവർ മാത്രം ക്രിയേറ്റിൻ എടുത്താൽ മതിയാവും? ഒരിക്കലും അല്ല. ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, എൻട്രൻസ് അത്ലറ്റുകൾക്കൊക്കെ ക്രിയേറ്റിൻ എടുത്തുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. തന്നെയല്ല, ഓൾഡ് പീപ്പിൾ, അതായത് വയസ്സ് കൂടുതലുള്ള ആൾക്കാരിൽ മസിൽ ലോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തടയാനും ഈ ക്രിയേറ്റിൻ സപ്ലിമെന്റ് ഹെൽപ്പ് ചെയ്യും. അഞ്ച്, ക്രിയേറ്റിൻ എടുക്കാനുള്ള ബെസ്റ്റ് ടൈമിങ്ങിനെക്കാട്ടിലും കൂടുതൽ കൺസിസ്റ്റൻസിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. തന്നെയല്ല, ഏത് ടൈമിൽ ഏത് സമയത്ത് വേണമെങ്കിലും ക്രിയേറ്റിൻ എടുക്കാവുന്നതാണ്. ആറ്, ഏത് തരത്തിലുള്ള ക്രിയേറ്റിൻ ആണ് എടുക്കേണ്ടത്? ക്രിയേറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് ഉണ്ട്, ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റും ഉണ്ട്. വാട്ടർ റിട്ടൻഷൻ കൂടുതലുള്ള ഒരു ക്രിയേറ്റിൻ ഹൈഡ്രോക്ലോറൈഡ് എടുക്കുക. നോർമൽ ആയിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് എടുക്കാവുന്നതാണ്. ഏഴ്, എത്രയാണ് ഇതിന്റെ ഡോസേജ്? 3 തൊട്ട് 5 ഗ്രാം വരെ എടുക്കാവുന്നതാണ്. ഫ്രണ്ട് ലോഡ് ചെയ്യണമെന്നില്ല. പിന്നെ അഡ്വാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് ചിലപ്പോൾ 5 to 10 ഗ്രാം വരെ എടുത്തെന്നിരിക്കും. അത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. എട്ട്, നിങ്ങൾ ഇനി ക്രിയേറ്റിൻ എടുക്കണോ വേണ്ടയോ? അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.